മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ജോർജ് ജോസഫ് വീണ ജോർജിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ജോർജ് ജോസഫ് വല്ലാത്ത തലവേദന. പുറത്തിറങ്ങിയ തലവേദന മറ്റുള്ളവർക്കാണ്. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ. ഭർത്താവ് ജോർജ് ജോസഫ് CPM നേതൃത്വത്തിന് കത്ത് നൽകി. കുടുംബപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിനാണ് കത്ത് നൽകിയത്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സര രംഗത്ത് വീണ ജോർജ് ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് വീണ ജോർജിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട ഭർത്താവ് ജോർജ് ജോസഫ് തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കൊരു ബ്ലോക്ക് ആയതാ. അദ്ദേഹം ഈ ആവശ്യം CPM നേതൃത്വത്തിന് മുൻപാകെ കൊണ്ടുവന്നിരിക്കുകയാണ്. CPM നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുകയാണ്. വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കുടുംബപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന് അദ്ദേഹം കത്ത് നൽകിയത്. ഈ കിഴങ്ങനെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫ് സംസ്ഥാന ജില്ലാ നേതാക്കളുമായി ഫോണിലും നേരിട്ടും സംസാരിച്ചതായാണ് വിവരം. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഏതായാലും എന്റെ കാര്യം പോക്കാ. ശംഭോ മഹാദേവ. Please subscribe my channel. Okay.